Hey guys, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. Guys, ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവാണ്. അത് ഒരു സീക്രട്ട് ആണ്. ഭാഗ്യം. കുഞ്ഞമ്മ പറഞ്ഞത് സീക്രറ്റാ. ഞാൻ ഓർത്ത് ഇപ്പൊ എല്ലാം പൊളിക്കുമെന്നേ. ഞാൻ പറഞ്ഞേടാ പറയല്ലേടാ വീഡിയോയിൽ എന്താണ് സാധനം എന്ന് പറയല്ലേ. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നമുക്ക് ഇൻട്രോ പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഈ നട റോട്ടിൽ നിന്ന് ഇൻട്രോ പറയണത്. അപ്പൊ എറണാകുളത്തോട്ടാണ് നമ്മൾ പോകുന്നത്. കുറെ നാളായിട്ടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാ യൂട്യൂബേഴ്സിന്റെയും വലിയ ആഗ്രഹമായിരിക്കും കേട്ടോ. ഞാനൊന്നും കൂടുതൽ പറയത്തില്ല, പറഞ്ഞ എന്റെ ചേട്ടാ കൊല്ലും. സർപ്രൈസ് ആക്കി വെക്കാം. എനിക്കും കുഞ്ഞപ്പനും രണ്ടുപേർക്കും സർപ്രൈസ് ആക്കി വെക്കണ സ്വഭാവം ഇല്ല ഗൈസ്. ഞങ്ങൾ പറഞ്ഞു പോകും. ലുലുമാളി പോകണ്ട, അത് നിങ്ങളോട് ഇപ്പൊ തന്നെ പറയാം. അത് നമ്മൾ ആ സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ അതുമായിട്ട് ലുലുമാളി പോകുന്നുണ്ടേ. അവനാണെങ്കിൽ വെക്കേഷൻ ആയിട്ട് ലുലുമാളി കൊണ്ടുപോയില്ലെന്ന് ഭയങ്കര ഒരു ഇത്. എനിക്ക് ഇപ്പൊ തന്നെ ലുലുമാളി പോകണം. അപ്പൊ നമ്മൾ ആ സാധനം വാങ്ങിച്ചിട്ട് നേരെ ലുലുലോട്ട് പോവാം. ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ താഴെ വേഗം കമന്റ് ചെയ്യും. ഓടിപ്പോയി ലാസ്റ്റ് കണ്ടിട്ട് കമന്റ് ചെയ്യരുത്, ഇപ്പൊ തന്നെ കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് പോയാലോ? അങ്ങനെ പോകുന്ന വഴിക്ക് ബുദ്ധിപൂർവ്വം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാന്ന് ഞങ്ങൾ വിചാരിച്ചു. അല്ലെങ്കിൽ അവിടെ ചെന്ന സമയം പോകും. നമ്മൾ നോക്കി പിടിച്ചു വരുമ്പോഴേ വിശന്നൊരു പരിവാകും. അപ്പൊ അതേ ഒരു കടയിൽ നിന്ന് മന്തിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. കുഞ്ഞപ്പനാണെങ്കിൽ കഴിച്ചില്ല കേട്ടോ. 2 പിടി നിന്നിട്ട് അവിടെ തന്നെ ഇട്ടു. അവന് വിശപ്പായിട്ടില്ലായിരുന്നു. ഗൈസ്, അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കുണ്ടന്നൂർ എത്തി കേട്ടോ. ഇവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് രാവിലെ കുഞ്ഞപ്പൻ ഈ സർപ്രൈസ് എല്ലാം ഏകദേശം പൊളിച്ചടിക്കണേ. രാവിലെ കസിൻസ് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോ പിള്ളേര് വീട്ടിൽ വന്നായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ പോണ കുഞ്ഞപ്പ എവിടെ പോണെന്ന് ചോദിച്ചപ്പോ തന്നെ അവൻ പറഞ്ഞവരോട്. അപ്പൊ അവന്മാരാണൊക്കെ ഞാൻ പറയാ ഇല്ലടാ ഇല്ല, വെറുതെ ചുമ്മാ. അവന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറ ഇല്ലടാ വെറുതെ ലുലുവില് പോവാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവന്മാർക്ക് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇല്ല കുഞ്ഞപ്പൻ കള്ളം പറയത്തില്ല, അവൻ വെറുതെ പറയത്തില്ല, സത്യമാണ് എന്ന് പറഞ്ഞ അവന്മാര് മൊത്തം സീനാക്കി ഗൈസ്. ഇതിനു മുമ്പ് സർപ്രൈസ് ആയിട്ട് ഒരു സാധനം വാങ്ങിക്കാൻ പോയതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടായിരുന്നു. അതെന്നായിരുന്നു മുന്നേ നമ്മൾ ഇതിനു മുമ്പ് വാങ്ങിക്കാൻ പോയത്? കൊച്ചിച്ചന്റെ ഡ്യൂക്ക്. ചേട്ടന്റെ അനിയന് വേണ്ടിയാണ് നമ്മൾ ഡ്യൂക്ക് വാങ്ങിച്ചത് കേട്ടോ. അപ്പൊ അതിന്റെ അകത്ത് എല്ലാരും നമ്മൾ ഡ്യൂക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാരും ചേച്ചി നിങ്ങൾക്ക് എന്താ വാങ്ങിച്ചാ, നിങ്ങളും കൂടി ഒരു ബൈക്ക് വാങ്ങിക്കേച്ചി, പുതിയ ബൈക്ക് വാങ്ങിക്കേച്ചി. ഡ്യൂക്കിനേക്കാളും ഡ്യൂക്ക് അജയ് മേടിച്ചത് 200 അല്ലേ, 390 എടുക്ക് ചേച്ചി എന്ന് പറഞ്ഞ എല്ലാരും ഇത്. നമുക്ക് ബൈക്കിന്റെ ആവശ്യം സത്യം പറഞ്ഞാൽ അത്രയും വില കൂടി ഒരു ബൈക്കിന്റെ ആവശ്യമില്ല ഗൈസ്. നമ്മൾ എടുക്കുവാണെങ്കിൽ വേണ്ട ഒന്നും പറയടാ. അപ്പൊ ഗൈസ് നമ്മൾ എത്തിയിരിക്കുവാണ്. കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരുണ്ട്. ഞാൻ പയ്യെ പറയുന്നുള്ളേ. വാ നമുക്ക് കടയിലോട്ട് കയറാം. നിന്റെ പെപ്സിയുടെ ബാക്കി വേണം നിനക്ക്? നാ പിടിച്ചു. ഗുഡ് ആഫ്റ്റർനൂൺ. ഉച്ച കഴിഞ്ഞില്ലേ? 1 മണി കഴിഞ്ഞില്ലേ? ഇപ്പോഴെങ്കിലും എത്താൻ പറ്റിയതിന്റെ ഭാഗ്യം. ഞങ്ങൾ മഞ്ഞവഴി ഫുഡൊക്കെ കഴിച്ചിട്ടാ വന്ന, അല്ലെങ്കിൽ താമസിച്ചാലോ എന്ന് ഓർത്തിട്ടേ. ഗൈസ്, അപ്പൊ എന്താണ് സർപ്രൈസ് എന്ന് പൊട്ടിക്കാൻ പോവാണ്. ഇപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും. നമ്മളൊരു പുതിയ ഫോൺ വാങ്ങിക്കാൻ വന്നതാണ്. കുഞ്ഞപ്പാ, എന്ത് ഫോണാണ് നമ്മൾ വാങ്ങിക്കണത്? അതെ ഗൈസ്, iPhone 16 Pro Max എടുക്കാൻ വന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആഗ്രഹത്തെക്കാൾ കൂടുതൽ അത്യാവശ്യമായിരുന്നു നമുക്ക് ഈ ഒരു ഫോൺ. വ്ളോഗ് ചെയ്യുന്ന യൂട്യൂബ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഈ ഒരു ഫോൺ. പറഞ്ഞു നിക്ക് പറയല്ലേ, അമ്മ മൈക്ക് തരാം. പറഞ്ഞു ഏതോ ഒരു കടയാണ് ഗൈസ്. തൃപ്പൂണിത്തുറയിലുള്ള കടയാണ്. ചേട്ടന്റെ ഫ്രണ്ടിന്റെ കടയാണ്. നമ്മളെല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങിക്കാറ്. കാണിച്ചുതരാം. ഇനി ഒട്ടും താമസിപ്പിക്കുന്നില്ല ചേട്ടാ, സാധനം എടുത്തോ ഗൈസ്. അപ്പൊ കുഞ്ഞപ്പൻ ഏറ്റവും ആക്കിയിരിക്കുകയാണ്. നമുക്ക് അൺബോക്സ് ചെയ്താലോ? പയ്യെ ചേട്ടാ ഒന്ന് അവനെ ഹെൽപ്പ് ചെയ്തേ. പൊളിച്ച് കുഞ്ഞപ്പനാണ് ഗൈസ് അൺബോക്സ് ചെയ്യുന്നത്. ആ ഗ്രീൻ സംഭവത്തിൽ പിടിച്ച് അങ്ങോട്ട് വലിക്കുവനെ. മുറുക്കി വലിച്ചോ? വലിക്കാൻ പറ്റുമോ നിനക്ക്? കുഞ്ഞപ്പൻ അങ്ങനെ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. 2 വശത്തുനിന്നും പൊളിച്ച്. ഓക്കെ, ഇനി പയ്യെ ഹാൻഡിൽ വിത്ത് കെയറേ. ഓ, ബ്ലാക്ക് കളറാണ് ഗൈസ്. പയ്യെ അവിടെ നിന്ന് പിടിച്ച് പൊക്കി കയ്യിലോട്ട് എടുക്കണം. ഓക്കെ, മുറുക്കി പിടിക്കണേ കുഞ്ഞെ, മുറുക്കി പിടിക്കണേടാ. പയ്യെ വാവ്. സൈഡിൽ ഓണാക്കി മോനെ, സൈഡിൽ ഓണാക്കി. നെക്കി പിടിക്കും, ഇച്ചിരി നേരം നെക്കി പിടിക്കും. അപ്പൊ അത് ഓണായിക്കോളും. മുറുക്കി പിടിച്ചിട്ട് അച്ഛനെ കാണിച്ചേ ഗൈസ്. അങ്ങനെ കുഞ്ഞപ്പൻ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ iPhone 16 Pro Max അൺബോക്സ് ചെയ്യാനുള്ള ഭാഗ്യം കുഞ്ഞപ്പനാണ് കിട്ടിയത്. ഓണാവട്ടെ പോനെ, വെയിറ്റ് കറോ. എങ്ങനെയുണ്ട് ഫോൺ? കുഞ്ഞപ്പന്റെ റിയാക്ഷൻ ആണ് നിങ്ങൾ കേട്ടത്. iPhone 16 Pro Max ന്റെ പേര് വന്നു. അത് നോക്കിക്കേച്ചേ, ഒരു ഗ്രീൻ കളർ. അടിപൊളിയല്ലേ അവനാ? എന്താ നിനക്ക് പറയാനുള്ളത്? സന്തോഷായോ? സന്തോഷായി. അവന് പറയാൻ വാക്കുകളില്ല കേട്ടോ. അവൻ അത്ര സന്തോഷായി.
അപ്പൊ ഗൈസ് എന്താണെങ്കിലും ഇതിന്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യട്ടെ. ബാക്കി ഇതിലെടുത്ത വീഡിയോയുടെ ക്വാളിറ്റി എങ്ങനെ, ഇതിലെടുത്ത വീഡിയോയുടെ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാമേ. അപ്പോൾ നമ്മുടെ ഫോൺ നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ്. അച്ഛക്ക് സന്തോഷമായി. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷമായത് അച്ഛക്കാണ്. അതെ ഗൈസ്, എന്റെ ഫോണിന്റെ പൂർവാധികം സ്വാതന്ത്ര്യം അപ്പൊ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിലാണ്. അതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഇനി അതിന്റെ അത്ര വീഡിയോയുടെ ക്ലാരിറ്റി നിങ്ങൾ കാണിച്ചു. അച്ഛൻ ഫോൺ ബ്ലാക്ക് ആണ്. അപ്പൊ അച്ഛൻ എന്റെ ഫോൺ തരും. പുതിയ ഫോൺ വാങ്ങിച്ചു. അപ്പൊ അത് അച്ഛൻ എടുത്തോ. iPhone 16 Pro Max അവന് വേണ്ട. ഇപ്പൊ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഐഫോൺ തന്നെയാണ് കേട്ടോ. ഇത് 12 അല്ലേ അച്ഛേ? അപ്പൊ ഈ ഫോൺ കുഞ്ഞപ്പന് കൊടുക്കണമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ വെച്ച് അത് പറഞ്ഞാണേ. അതെ, ഇനി കാർട്ടൂൺ കാണാനും ഗെയിം കളിക്കാനൊക്കെ അച്ഛയുടെ ഈ പഴയ ഫോൺ എടുക്കാലോ അല്ലേ കുഞ്ഞപ്പാ? ഗൈസ്, അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ iPhone 16 Pro Maxൽ നമ്മളൊരു വീഡിയോ എടുക്കുവാണ് അച്ഛേ. വീഡിയോ ഒരു സെൽഫി എടുത്തോ അച്ഛാ. ആദ്യമായിട്ടൊരു ഫോട്ടോ എടുത്തോ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഗൈസ്, അപ്പൊ നമ്മൾ ബാക്ക് കവർ വാങ്ങിച്ചിരിക്കുകയാണ്. ഇതൊരു ബ്ലാക്ക് അല്ലേ അച്ഛേ? ബ്ലാക്ക് ഫോണാണ്. അപ്പൊ ഒരു ബ്ലാക്ക് കവർ തന്നെയാണ് കേട്ടോ. എന്തോ അവിടെ എന്താ കുഞ്ഞപ്പന് ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ടത്, ഇവിടെ ഈ സ്ക്രീനൊക്കെ തെളിച്ചു കേട്ടോ ലൈറ്റ് ഇട്ട്. അപ്പൊ ഇതാണ് കവർ. കൊള്ളാം കേട്ടോ, അടിപൊളി കവർ. ഇട്ടേച്ചേ, കവർ ഇട്ടിട്ട് നമുക്ക് ലുക്ക് നോക്കാം. സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കണ്ടേ? അപ്പൊ നമുക്ക് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാം. എല്ലാം ചെയ്തിട്ട് കൊണ്ടുപോകാം കേട്ടോ. നമുക്ക് പൊന്നുപോലെ സൂക്ഷിക്കണ്ടേ ഗൈസ്? അപ്പൊ ഇതാണ് നമ്മുടെ ഫോണിന്റെ ഫൈനൽ ലുക്ക്. സൂപ്പർ. 1 2 3 3 ക്യാമറയാ ഗൈസ്. അപ്പൊ അങ്ങോട്ട് പോയപ്പോ നമ്മള് വീഡിയോ എടുത്ത ഫോണിലല്ല കേട്ടോ ഇപ്പൊ എടുക്കുന്നത്. അതെ, എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. നിങ്ങക്ക് ഇത് പറയുമ്പോ ഭയങ്കര ഇതായിട്ട് അങ്ങനെ തോന്നരുത് കേട്ടോ. കാരണം അത്രയും അത്ര എക്സൈറ്റഡ് ആണ്, അത്രയും സന്തോഷമുണ്ട്. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇതൊന്നും വാങ്ങിക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല അല്ലേ അച്ഛേ? എന്നെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും, പക്ഷേ ഇത്രയും പെട്ടെന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തില്ല. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളിപ്പോ ലുലുവിലോട്ടാ പോകുന്നത്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. അപ്പൊ നമുക്കിനി ലുലുവിൽ ചെന്നിട്ട് ബാക്കി കാണാമേ. പെരുന്നാളിനും വിഷുവിനൊന്നും നമുക്ക് ലുലുവിലോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര തിരക്കായി പോയി. ഇപ്പോഴാണ് പോകാനൊരു ചാൻസ് കിട്ടിയത്. അവിടെ ചെന്നപ്പോൾ അതേ വിഷുക്കണിയൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഒരു കാർ വെച്ചിട്ടുണ്ടായിരുന്നു, ആ കാറിന്റെ ഫ്രണ്ടിലും പോയി നിന്ന് ഫോട്ടോ എടുത്തു. ഞങ്ങൾക്കാണെങ്കിൽ ദാഹിച്ചിട്ട് ഒരു രക്ഷയില്ല, ഒരു പച്ച വെള്ളം പോലും കുടിക്കാണ്ട് നടക്കാണേ. നേരെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി. കുഞ്ഞപ്പൻ എന്തോ ചോക്ലേറ്റ് ഒക്കെ പെറുക്കിയെടുത്തു. ഞാനും ചേട്ടനും കൂടി കുടിക്കാനുള്ളതൊക്കെ എടുത്തു കേട്ടോ. അവിടേക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് മക്കളെയൊക്കെ കണ്ടു. എല്ലാവരുടെയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. നേരെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ബുക്സിന്റെ എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നേ. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ പബ്ലിക് ലൈബ്രറി ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ബുക്ക് എടുത്ത് വായിക്കാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല. പിന്നെ വെറുതെ എന്തിനാ ഇവിടുന്ന് കാശ് കൊടുത്ത് മേടിക്കണം വിചാരിച്ച് മേടിച്ചില്ല. പിന്നെ ചേട്ടൻ ലുലുവിൽ തന്നെയുള്ള ഐഫോണൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ വാങ്ങിച്ചല്ലോ, പിന്നെയും നോക്കുന്നത് എന്തിനാണെന്ന്. എന്നാലും ഈ ആണുങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ പിന്നെയും പിന്നെ എടുത്ത് നോക്കാൻ ഭയങ്കര ഇതായിരിക്കുമല്ലോ. അവിടെ പിന്നെ ഐപാഡും ഐവാച്ചും എല്ലാം ഉണ്ടല്ലോ. അതെല്ലാം കണ്ടാൽ പിന്നെ ആർക്കും ഒന്ന് എടുത്ത് നോക്കാൻ തോന്നും. ഐവാച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് തുറന്ന് മേടിച്ചരുവോ എന്നും പറയാൻ ചേട്ടനോട് ചോദിച്ചോണ്ട് നടക്കുമായിരുന്നു. അപ്പൊ നോക്കുമ്പോ ദേ അവിടെ വെച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കളെയൊക്കെ കണ്ടു, ഫോട്ടോ എടുത്തു. ഇതിനു മുമ്പ് എപ്പോൾ ലുലുവിലൊക്കെ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണാനൊരു ഭാഗ്യം കിട്ടാറുണ്ട്. പക്ഷെ ഇന്ന് പോയപ്പോ എന്റെ ദൈവം എന്തോരം പേരെ കണ്ടെന്നാ. സാധാരണക്കാളും കൂടുതൽ പേരെ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ ഓരോ ഷോപ്പിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാണ് കേട്ടോ. ഫ്രെയിംസ് ഒക്കെ കണ്ടില്ലേ, ഗ്ലാസിന്റെ. എന്റെ പുന്നി ഒന്നും പറയണ്ട, എന്തൊരു ഭംഗിയാണെന്ന്. എനിക്ക് ഫ്രെയിംസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അതിന്റെ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താണേ. കുഞ്ഞപ്പനാണെങ്കിൽ അമ്മ എനിക്ക് ഇത് മേടിച്ചരോ എന്നൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു. ആ സ്പീക്കറിൽ പാട്ട് കേട്ടിട്ട് അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നേ. ഈ ഒരു ഫ്ലവർ വൈസിൽ 999 ആണ് കേട്ടോ പ്രൈസ്. നല്ല രസമുണ്ട് കാണാൻ, കൗബ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അവിടെ ബെഡ്ഷീറ്റിനും പുതപ്പിനും അങ്ങനെ കുറെ മാറ്റിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ പെറുക്കിയെടുത്തു. ബെഡ്ഷീറ്റും എന്തൊക്കെയോ. പിന്നെ കർട്ടൻ നോക്കിയപ്പോൾ എനിക്ക് വലിയതായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് വാങ്ങിച്ചില്ല. കുഞ്ഞപ്പോൾ ഷൂ ഒക്കെ ഊരി അവിടെ വലിയ മാറ്റ് ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ മറ്റേ ബെഡിൽ കയറി കിടക്കുന്ന പോലെ കയറി കിടക്കുവാണേ. ഈ ഒരു വീഡിയോ എടുത്തത് നമ്മുടെ പുതിയ ഫോണിലാണ് കേട്ടോ. അപ്പൊ കുറച്ച് നമ്മുടെ പുതിയ ഫോണിലെടുത്തു, കുറച്ച് പഴയ ഫോണിലൊക്കെ എടുത്തു. പിന്നെ ദേ കൃഷ്ണനെയൊക്കെ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണെന്നറിയാമോ. എൻ്റെ ദൈവമേ, ഞങ്ങൾ അതിൻ്റെ വിലയൊക്കെ ഞാനിങ്ങനെ ചോദിച്ച് നടക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്, നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു. അപ്പോഴാണ് ഒരു ഫൗണ്ടേഷൻ വാങ്ങിക്കണമെന്ന് ഞാൻ ഓർത്തത്. അങ്ങനെ ആ ചേച്ചി എൻ്റെ കറക്റ്റ് ഷെയ്ഡ് തപ്പിപ്പിടിച്ചൊക്കെ തന്നു. അതും വാങ്ങിച്ച് തിന്നപ്പോഴാണ് കുഞ്ഞപ്പനാണെങ്കിൽ അവിടെ ഫണ്ടൂറെ കളിക്കണം, ഗെയിം കളിക്കണമെന്നും പറഞ്ഞ് വെള്ളം വെച്ചോണ്ടിരിക്കുകയാണേ. ഞാൻ പറയടാ പോകാം. അവിടെ പോയാൽ പിന്നെ ഇവൻ എങ്ങോട്ടും വരില്ലല്ലോ. അപ്പൊ ചേട്ടനെ കയറാനുള്ളിടത്തും എനിക്ക് കയറാനുള്ളിടത്തും ഒക്കെ ഞങ്ങൾ കയറിയിട്ട് ലാസ്റ്റ് കുഞ്ഞപ്പനെ ഫണ്ടൂറെ കൊണ്ടുപോയി. ഫാഷൻ സ്റ്റോറിൽ കയറി എനിക്ക് കുറച്ച് കമ്മല എന്തൊക്കെയോ
ഏറ്റവും വാങ്ങിച്ചു കേട്ടോ ഞാൻ. അത് കഴിഞ്ഞതേ ഫണ്ടൂറെ പോയിട്ട് ദേ കുഞ്ഞപ്പന് കാർഡ് ചാർജ് ചെയ്തു. ലുലുവിൽ ഫണ്ടൂറയുടെ കാർഡ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ചാർജ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്നും ചാർജ് ചെയ്തില്ല, അത്യാവശ്യം അവന് ഇഷ്ടപ്പെട്ട കുറച്ച് ഗെയിംസ് മാത്രം ചാർജ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ടിരുന്ന് ഗെയിമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫണ്ടൂറേന്ന് ഇറങ്ങിയപ്പോ നേരെ ഈ ചേട്ടന്റെ മുമ്പിൽ ചെന്നാണ് പെട്ടത്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ചേട്ടൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. കുഞ്ഞപ്പൻ ആദ്യം തന്നെ കയറി അതിൽ പിടിച്ചായിരുന്നേ. അപ്പൊ സ്മാർട്ട് ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരൻ മാക്സിമം ആയിട്ട് കുഞ്ഞപ്പനെ വലിപ്പിച്ച് എന്നിട്ട് ലാസ്റ്റാണ് ഐസ്ക്രീം കൊടുത്തത് കേട്ടോ. നല്ല രസയില്ലേ, കൊമ്പൊക്കെ വെച്ചിട്ട് നല്ല ഐസ്ക്രീം ആയിരുന്നേ. അപ്പൊ അത് ഞങ്ങൾ പോകാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ ഐസ്ക്രീംകാരനായിട്ട് പിന്നെ ഇങ്ങനെ കളിച്ചത്. പിന്നെ അവിടെ പോരുന്ന ആ ഐസ്ക്രീം കഴിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പോകാൻ ഇറങ്ങിയപ്പോ കിഡ്സ് സോണിൽ കുഞ്ഞപ്പനെ കളിപ്പിച്ചു വന്ന്. അവിടെ കുഞ്ഞപ്പനൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയിട്ടോ, അതെന്നാണ് പേര്. ദേ ഈ ബ്ലൂ ടീഷർട്ട് ഇട്ട മോനാണേ. അപ്പൊ 1 മണിക്കൂറത്തേക്ക് നമ്മള് പൈസ കൊടുത്ത് കുഞ്ഞപ്പനെ അവിടെ ആക്കി. എന്നിട്ട് ഇതേ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ തന്നെ പെറ്റ്സിന്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ടാണ് അതുങ്ങളെയൊക്കെ കാണാൻ. പാരറ്റ്സ് ഉണ്ട്, ഹാംസ്റ്റേഴ്സ് ഉണ്ട്. അതുങ്ങളെയൊക്കെ കണ്ടു നോക്കിക്കേ. ഞാൻ ചുണ്ടും കൊണ്ട് ചെന്നപ്പോ എന്നെ ഉപയോഗിക്കാനാണോ ആവോ, അതും ചുണ്ടും കൊണ്ട് പുറത്തോട്ട് വരുമായിരുന്നേ. 1 മണിക്കൂർ കഴിഞ്ഞ് ചെന്നു. നമ്മൾ ദേ കുഞ്ഞപ്പനെ വിളിച്ചു. അപ്പൊ ആദംകുട്ടനുണ്ടല്ലോ, അവനും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അവൻ ഓടിപ്പോയി ഒരു ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വന്ന് കുഞ്ഞപ്പന് കൊടുത്തു കേട്ടോ. അങ്ങനെ ആദംകുട്ടനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോയി. അപ്പൊ അത്രയുള്ള ഗൈസ്, എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.